50 നോമ്പ് നമുക്ക് അറിയാവുന്നതുപോലെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും ഓർമ്മ ആചരിക്കുന്നു. വിഭൂതി തിരുനാൾ മുതൽ ഉയിർപ്പ് തിരുനാൾ, അതായത് ഈസ്റ്റർ വരെ ഉള്ള കാലയളവാണ് ഇത്. യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നത് യേശു തന്റെ 30-ാം വയസ്സിൽ ആണ്. സ്നാപക യോഹന്നാൻ ജോർദാൻ നദിയിൽ യേശുവിനെ മാമ്മോദീസ് നൽകിയ സംഭവം നമുക്കറിയാം. അവിടെ നിന്നും ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. അവിടെ 40 രാവും പകലും ഉപവാസിക്കുകയും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതും ആ പരീക്ഷണങ്ങളിൽ യേശു ജയിച്ചതും നമുക്ക് അറിയാമല്ലോ. ഇതിന്റെ സ്മരണ ഈ നോമ്പിൽ ഉൾക്കൊള്ളുന്നു. ഈ സമയം നമ്മൾ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ആത്മീയമായി ശുദ്ധമാകാൻ, ദൈവത്തോട് കൂടുതൽ അടുത്താകാൻ പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ശുദ്ധമാക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ എല്ലാ കുറവുകളും പാവങ്ങളും എല്ലാം മാറ്റി ദൈവഹിതം അനുസരിച്ചു വിശുദ്ധിയും നന്മയിലും ജീവിക്കുക. നമ്മളിലുള്ള അഹങ്കാരം, അസൂയ, പരദൂഷണം, ദുശീലങ്ങളും മുതലായ എല്ലാ പാപങ്ങളും മാറ്റിക്കുമ്പസരിച്ച് ഒരുങ്ങാം. വിശുദ്ധ ബലിയിൽ ഈശോയെ യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. മറ്റുള്ളവരോട് നമുക്ക് ഉള്ള മനോഭാവം മാറ്റി അവരെ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീരാം.